ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 മെയ് 27 പത്മിനി ഏകാദശിയാണ്. ഈ ഏകാദശി കമല ഏകാദശി എന്നും പത്മിനി ഏകാദശി എന്നും ത്രിവിക്രമ ഏകാദശി എന്നും പുരുഷോത്തമ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 26 ചൊവ്വാഴ്ച രാവിലെ 5:10 ആരംഭിച്ച് 27 രാവിലെ 6:21 അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ 27 ഏകാദശി തിഥിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന അന്നാണ് നമ്മൾ ഏകാദശിയായി ആചരിക്കേണ്ടത്. ഹരിവാസര സമയം നോക്കാം. ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുണ്ടായിരിക്കുന്ന സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് 100 ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. ഹരിവാസര സമയം 26 രാത്രി 12:05 ആരംഭിച്ച് 27 പകൽ 12:04 അവസാനിക്കുന്നു. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഏകാദശിയാണ് പത്മിനി ഏകാദശി. ഇനി നമുക്ക് പുരുഷോത്തമ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. കലണ്ടർ 2 വിധത്തിലാണ് ഉള്ളത്. ഒന്ന് സോളാർ കലണ്ടറും മറ്റൊന്ന് ലൂണാർ കലണ്ടറും. സോളാർ കലണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സൗര കലണ്ടർ, അതായത് സൂര്യനെ അധിഷ്ഠിതമാക്കി, സൂര്യൻ്റെ സഞ്ചാരപഥത്തെ അധിഷ്ഠിതമാക്കി നിർമ്മിച്ചിരിക്കുന്ന കലണ്ടറാണ് സോളാർ കലണ്ടർ. ലൂണാർ കലണ്ടർ എന്ന് പറഞ്ഞാൽ ചാന്ദ്രപഥത്തെ, ചന്ദ്രൻ്റെ സഞ്ചാരത്തെ അധിഷ്ഠിതമാക്കി നിർമ്മിച്ചിരിക്കുന്നതാണ് ലൂണാർ കലണ്ടർ. അങ്ങനെ ഒരു വർഷത്തിൽ 365 ദിവസമാണ് ഉള്ളത്. എന്നാൽ ചന്ദ്രൻ്റെ ഭ്രമണപഥം അനുസരിച്ചാണ് ചാന്ദ്ര കലണ്ടർ. ഇതിൽ ഒരു വർഷം 354 ദിവസമാണ്, 11 ദിവസം കുറവ്. അങ്ങനെ വരുമ്പോൾ 3 വർഷം കൂടുമ്പോൾ ഒരു അധിക മാസം ഉണ്ടാകുന്നു. 33 ദിവസങ്ങളാണ് ആ അധിക മാസത്തിലുള്ളത്. വൈഷ്ണവരും മറ്റ് നോർത്ത് ഇന്ത്യൻസും ഫോളോ ചെയ്യുന്നത് ലൂണാർ കലണ്ടർ പ്രകാരമാണ്. ഈ അധിക മാസത്തിനെ മറ്റുള്ള മാസങ്ങൾ കളിയാക്കി വളരെ വിഷമത്തോടെ ഈ അധിക മാസം ഭഗവാനെ സമീപിച്ച് ഭഗവാൻ തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഈ മാസത്തിന് നൽകി. എന്നിട്ട് അധിക മാസത്തിനോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ തന്നെയാണ് നീ, നമ്മൾ രണ്ടും ഒന്നാണ്, എൻ്റെ പേരിലാണ് ഇനി നീ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ അധിക മാസത്തിന് പുരുഷോത്തമ മാസം എന്ന പേര് വന്നത്. അപ്പോൾ പുരുഷോത്തമ മാസത്തിലെ ഏകാദശി ആചാരാനുഷ്ഠാനങ്ങളോടെ ആചരിച്ചാൽ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം നശിച്ച് 16 തരത്തിലുള്ള ഐശ്വര്യവും നമുക്ക് ലഭിക്കും. ഈ മാസത്തിലെ നാമജപത്തിന് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. നാരായണീയം, ശ്രീമദ് ഭഗവത്ഗീത, ഭാഗവതം, രാമായണം എന്നിവയെല്ലാം പാരായണം ചെയ്യാവുന്നതാണ്. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചൗരാഷ്ടകം ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 ജപിക്കുന്നതും വളരെ ഫലം നൽകുന്നതാണ്. ഇനി നമുക്ക് പത്മിനി ഏകാദശിയുടെ വ്രതകഥ നോക്കാം. പണ്ട് പുലസ്ത്യ മഹർഷിയാണ് നാരദർക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നു. ഈ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ വ്രതകഥയും ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നു. ഈ ഏകാദശി ആചാരാനുഷ്ഠാനങ്ങളോടെ ആചരിക്കുന്ന ഒരാൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതാണ്. പുത്രന്മാരില്ലാത്ത ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ സമ്പത്ത്, കീർത്തി എന്നിവയും ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വ്രതകഥ ഇപ്രകാരമാണ്. വളരെ പണ്ട് ത്രേതായുഗത്തിൽ ഉപകീർത്തിയ വീര്യ എന്ന രാജാവ് മഹിഷ്മതി എന്ന രാജ്യം ഭരിച്ചിരുന്നു.
അദ്ദേഹത്തിന് 100 ഭാര്യമാരുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് പുത്രന്മാരില്ലായിരുന്നു. പുത്രന്മാരില്ലായിരുന്ന മഹാരാജാവ് വളരെ ദുഃഖത്തിലായിരുന്നു. അദ്ദേഹം തപസ്സനുഷ്ഠിക്കാനായി യാത്ര തിരിച്ചു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പത്നിയായ ഹരിശ്ചന്ദ്രൻ രാജാവിൻ്റെ മകൾ പ്രമഥയും കൂടെ പോയി. 10,000 വർഷം തപസ്സനുഷ്ഠിച്ച രാജാവ് ക്ഷീണിതനും ദുഃഖിതനുമായി. വളരെ വിഷമത്തോടെ പ്രമഥ ഇത് കാണുകയായിരുന്നു. പ്രമഥ ഒരു ദിവസം അനസൂയ ദേവിയെ കണ്ടുമുട്ടുന്നു. അവരോട് തൻ്റെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞു. അനസൂയ ദേവി പ്രമഥയോട് പുരുഷോത്തമ മാസത്തിലെ പുരുഷോത്തമ ഏകാദശി അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ഈ വ്രതം ആചാരാനുഷ്ഠാനങ്ങളോടെ അനുഷ്ഠിച്ചാൽ സൽസന്താന ഭാഗ്യം ഉണ്ടാകുമെന്ന് ഉപദേശിച്ചു. അങ്ങനെ പ്രമഥയും രാജാവും ചേർന്ന് പുരുഷോത്തമ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. പാരണവിടി വ്രതം അവസാനിപ്പിച്ചിട്ട് വ്രതത്തിൻ്റെ പുണ്യമെല്ലാം തൻ്റെ ഭർത്താവിന് നൽകി ഭർത്താവിന് ആരോഗ്യം കൊടുത്ത് ഞങ്ങൾക്ക് ഒരു സൽപുത്രനെ തരണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. ഉടൻ തന്നെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ കണ്ട സന്തോഷത്താൽ പ്രമഥ ഇപ്രകാരം പറഞ്ഞു. സദ്ഗുണസമ്പന്നനും ശ്രേഷ്ഠനും മഹാവിഷ്ണുവിന് മാത്രം തോൽപ്പിക്കാൻ പറ്റുന്നവനുമായ ബലവാനായ ഒരു പുത്രനെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രമഥ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ഭഗവാൻ പ്രമഥയെ അനുഗ്രഹിച്ചു. അങ്ങനെ അവർക്ക് സദ്ഗുണസമ്പന്നനായ ബലവാനായ കാർത്തവീര്യാർജുനൻ എന്ന പുത്രനെ ലഭിച്ചു. ഈ കാർത്തവീര്യാർജുനനാണ് പിൽക്കാലത്ത് രാവണനുമായി യുദ്ധം ചെയ്ത് രാവണനെ ബന്ധിതനാക്കിയത്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ സമ്പത്ത്, സന്താനഭാഗ്യം, സന്താനങ്ങളുടെ ഉന്നതി എന്നിവയും ഫലമാണ്. ഏകാദശിക്കും ദ്വാദശിക്കും വ്രതകഥ കേൾക്കുന്നതോ പറഞ്ഞു കൊടുക്കുന്നതോ വളരെ ശ്രേയസ്കരമാണ്. ഏകാദശി വ്രതം 3 ദിവസങ്ങളിലായാണ് നാം ആചരിക്കുന്നത്. ദശമി, ഏകാദശി, ദ്വാദശി. ദശമി ദിവസം ഒരിക്കലാണ്. അന്ന് രാവിലെ ഫ്രൂട്ട്സോ ഗോതമ്പിലുള്ള ഏതെങ്കിലും കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റേത് ധാന്യങ്ങൾ വേണമെങ്കിലും കഴിക്കാം. എന്നാൽ അരി ആഹാരം, പച്ചരിച്ചോറ് ഉച്ചയ്ക്ക് മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് ഒരിക്കലൂണ് എന്ന് പറയുന്നത്. ദശമി ദിവസം രാത്രിയിലെ ഭക്ഷണം വൈകുന്നേരം 5 മണിക്കകം കഴിക്കുക. അരി ഒഴിച്ചുള്ള മറ്റു ധാന്യങ്ങളിലുള്ള ഫുഡ് കഴിക്കാവുന്നതാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ രാത്രിയിൽ പാലും ഫ്രൂട്ട്സും കഴിക്കാം. ഈ 3 ദിവസങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി ഭഗവത് നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. ഏകാദശി വ്രതം പൂർണ്ണ ഉപവാസമായി എടുക്കാം. അതായത് നിർജ്ജലമായി, ജലം പോലും എടുക്കാതെ. ജലം മാത്രം കുടിച്ചും ഏകാദശി അനുഷ്ഠിക്കാം. എന്നാൽ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കുക. മിതമായി ഏകാദശി വ്രതഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശിക്ക് അരി, ഗോതമ്പ്, മറ്റുള്ള ധാന്യങ്ങൾ ഇവ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. ഉള്ളി, വെളുത്തുള്ളി എന്നിവയും ഉപേക്ഷിക്കേണ്ടതാണ്. ഫ്രൂട്ട്സ്, പാല്, പാലുൽപ്പന്നങ്ങൾ, ചൗവരി, വെജിറ്റബിൾസ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, കപ്പലണ്ടി എന്നിവ കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം കഴിക്കാമെങ്കിലും എല്ലാം മിതമായി മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഉപവാസം എന്നാൽ ഭഗവാനുമായി അടുക്കുക എന്നതാണ് അർത്ഥം. ഭഗവത് നാമങ്ങൾ ജപിച്ച് മിതമായി ഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുക. ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. വ്രതമാണെങ്കിൽ പോലും ചായ കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കോഫി കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഗ്രാജുവലി നമ്മളത് കുറച്ച് കൊണ്ടുവരിക. അതായത് ഏകദേശ വ്രതത്തിൻ്റെ അന്ന് ചായ കുടിക്കണം അല്ലെങ്കിൽ കോഫി കുടിക്കണം എന്നുള്ളവർക്ക് ഒരു 1/2 ഗ്ലാസ് ചായ എടുക്കുക. അടുത്ത ഏകാദശി വരുമ്പോൾ അതിനേക്കാളും കുറച്ച് എടുക്കുക. അങ്ങനെ പതിയെ പതിയെ നമുക്കത് മാറ്റി നിർത്താവുന്നതാണ്. അല്ല നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വ്രതം അനുഷ്ഠിക്കുമ്പോഴെങ്കിലും സാത്വികമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഉള്ളി, വെളുത്തുള്ളി, ചായ, കോഫി എന്നിവ മാറ്റി വയ്ക്കുക അന്നത്തെ ദിവസത്തേക്ക്. ആത്മീയമായ ഉന്നമനത്തിലേക്ക് ശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ
സാത്വികമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പകലുറക്കം, സഹശയനം എന്നിവ പാടില്ല. ഒറ്റയ്ക്ക് കിടക്കുക. ഏകാദശി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ഭഗവാനെ അലങ്കരിച്ച് 5 തിരിയിട്ട നെയ്ദീപം കൊളുത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. വിഷ്ണു സഹസ്രനാമം, ശ്രീമന്നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നതും ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 ഉരു ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. കൊച്ചുകുട്ടികൾ, വൃദ്ധർ, രോഗികൾ, ഗർഭിണികൾ ഇവരാരും തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. എന്നാൽ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാതെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് ഇവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പീരീഡ്സ്, പുലവാലായ്മ എന്നിവയുള്ളവർ വിളക്ക് കൊളുത്തി നാമം ജപിക്കേണ്ട. ശുദ്ധമായി ഒരു റൂമിലിരുന്ന് ഭഗവത് നാമങ്ങൾ ജപിക്കാവുന്നതാണ്. പാരണ വിടുന്ന സമയത്ത് തുളസി തീർത്ഥം സേവിക്കാതെ ശുദ്ധമായ ജലം സേവിച്ചുകൊണ്ട് പാരണ വിടാവുന്നതാണ്. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. വ്രതം അവസാനിപ്പിക്കുന്നതാണ് പാരണ. തുളസി തീർത്ഥം സേവിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. 27-ാം തീയതി ഏകാദശി, 28-ാം തീയതിയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. അമ്പലത്തിൽ പോയി തുളസി തീർത്ഥം സേവിച്ചും നമുക്ക് പാരണ വിടാവുന്നതാണ്. അല്ലെങ്കിൽ 28-ാം തീയതി രാവിലെ പാരണ ടൈമിന് നമുക്ക് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വിടാവുന്നതാണ്. വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് ധാന്യത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. എന്നാൽ അന്ന് ദ്വാദശിക്ക് നോൺ വെജുകൾ യാതൊന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. പാരണ ടൈം 2026 മെയ് 28-ാം തീയതി രാവിലെ 6:02-നും 7:59-നും മധ്യയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. നിങ്ങളെല്ലാവരും ഈ പുരുഷോത്തമ ഏകാദശി അനുഷ്ഠിക്കണം. കാരണം ഇനി 3 വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ ഏകാദശി വരികയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ഏകാദശി ആചരിക്കുക. വ്രതാനുഷ്ഠാനങ്ങളോടെ തന്നെ നിങ്ങൾ ആചരിക്കുക. ഉറക്കം മുഴുവൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ പുരുഷോത്തമ ഏകാദശി അനുഷ്ഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഈ ചാനലിൽ നാരായണീയം പഠന ക്ലാസ് നടക്കുന്നുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ദശകം 4 നിങ്ങൾ നാരായണീയം പഠിക്കുവാനിരിക്കുമ്പോൾ കുട്ടികളെ കൂടെ നിങ്ങളുടെ അടുത്തിരുത്തുക. അങ്ങനെ അവരും വായിച്ച് പഠിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.